ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ആകാത്തതിന്റെ പേരിൽ FTA എല്ലാ ഷോപ്പുകളിലും കയറിയിട്ട് പെനാൽറ്റി അടിച്ച് പോകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേഷൻ ആണ്. അതായത് മൂന്ന് പോയിന്റ് എനിക്ക് പറയാനുള്ളത്. നമ്പർ 1, എല്ലാവർക്കും ആര് നമ്മുടെ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ വന്നു കഴിഞ്ഞാലും അവർക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക ഫസ്റ്റ്. രണ്ടാമത്തെ, മാനുവൽ ടാക്സ് ഇൻവോയ്സ് പ്രിപ്പറേഷൻ മാക്സിമം ഒഴിവാക്കുക. രണ്ടാമത്തെ പോയിന്റ്, അതായത് മാക്സിമം POS സിസ്റ്റം എന്തെങ്കിലും വെച്ചിട്ട് മാക്സിമം അങ്ങനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ POS സിസ്റ്റം അവർ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. പിന്നെ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ടാക്സ് ഇൻവോയ്സ് പ്രോപ്പറായിട്ട് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സപ്പോസ് മാനുവൽ ടാക്സ് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാനുവൽ ടാക്സ് ഇൻവോയ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ഇൻഫർമേഷനും നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക. അതായത് ഒരു ലൈൻ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഐറ്റം പ്രോപ്പറായിട്ട് എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണെന്ന് മെൻഷൻ ചെയ്യുക. അതിന്റെ നേരെ തന്നെ ആ ലൈൻ ഐറ്റത്തിന്റെ എത്ര ടാക്സ് ഉണ്ട്, എത്ര മറ്റേ ഇൻക്ലൂഡിംഗ് ടാക്സ് ഉണ്ട്, എക്സ്ക്ലൂഡിംഗ് ടാക്സ് ഉണ്ട്, ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്, അങ്ങനെ മെൻഷൻ ചെയ്യുക. അങ്ങനെ ടോട്ടൽ അടിയിലും മെൻഷൻ ചെയ്യുക, ടാക്സ് എത്ര എമൗണ്ട്, വാറ്റ് എത്ര എമൗണ്ട് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് മാത്രം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. അത് പ്രോപ്പറായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ കമ്പനി ഡീറ്റെയിൽസ് ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം ഡോക്യുമെന്റുമേ. ഇത്ര ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണ്. പിന്നെ അവർ പെനാൽറ്റി ഇഷ്യൂ ഇല്ല. പിന്നെ പ്രോപ്പറായിട്ട് വാറ്റ് ഫയൽ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച്.